പിടിച്ചേ. ഓ ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. വിഷ്ണുട്ട മോളെ ഇങ്ങിതാ. ഓ അമ്മയുടെ മോളെവിടെ? ദാ വാവച്ചിയുടെ പാല്. ചേടാ എടോ സോറിടോ, അല്ലപ്പോ ലേറ്റ് ആയി പോയി. സാരമില്ല വിഷ്ണുട്ടാ. വിഷ്ണുട്ടാ, ഇനി നമ്മൾ എങ്ങോട്ടാ? ഈ രാത്രിയിൽ ഇനി ആരും ബുദ്ധിമുട്ടിക്കാൻ വയ്യ. പാല് മേടിക്കാൻ പോകുന്നതിനിടയിൽ പേഴ്സ് ചെയ്ത കള്ള കൊണ്ടുപോയി. അയ്യോ, അല്ല അതിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. രാവിലത്തേക്കൊരു വീട് സംഘടിപ്പിച്ചു തരാമെന്ന് കമലം പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി നമുക്ക് ഇവിടെ തന്നെ കൂടാം. ഒരു രാത്രി ദൈവത്തിന്റെ വീട്ടിലുറങ്ങാം. അല്ല ആ സെക്യൂരിറ്റി? അയാളെനി ഇങ്ങോട്ട് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല. ആ ശാലിനി, എന്നെ കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പേഴ്സ് മോഷണം പോയെങ്കിൽ വിഷ്ണുട്ടന്റെ കയ്യിൽ എവിടുന്ന പണം? എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി കാണും. അതുകൊണ്ടാവും ഇത്രയും താമസിച്ചത്. രണ്ടു പേർക്കുള്ള ഭക്ഷണം വാങ്ങാൻ പണം തികഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്ക് മാത്രം ഭക്ഷണം തന്ന് നാളേക്ക് കുറച്ച് പണം അരിഷ്ടിച്ച് പിടിക്കാവും വിഷ്ണുവേട്ടൻ. എന്തേ കഴിക്ക്? എനിക്ക് വിശപ്പില്ല വിഷ്ണുവേട്ടാ. അത് അമ്പലത്തിലെ പ്രസാദം നിറച്ചു കഴിച്ചു. വയറ് പൊട്ടാറായി. വിഷ്ണുവേട്ടൻ കഴിച്ചോ? അല്ല ഞാൻ കഴിച്ചതാ. എന്നിട്ട് ഇയാൾക്കുള്ള പാഴ്സൽ കഴിച്ചേ. ഞാനും കഴിച്ചെന്നേ. എന്നാലും സാരില്ല, ഇത് കഴിക്കും. 3 ഇഡ്ഡലിയല്ലേ ഉള്ളൂ. അതാ പറഞ്ഞ വിഷ്ണുട്ടൻ കഴിക്കേ. 3 ഇഡ്ഡലിയല്ലേ ഉള്ളൂ. എടോ ഞാൻ നിറച്ച് കഴിച്ചടോ. ഞാനും കഴിച്ചെന്നേ. വിഷ്ണുട്ടാ, പാവം എന്നോടുള്ള സ്നേഹം കൊണ്ടാ. പാവം എന്നെ നിറച്ച് കഴിപ്പിക്കാൻ വേണ്ടിയല്ലേ? അല്ലെങ്കിൽ വേണ്ട. താനെന്താ പറയാമെന്ന്? വിഷ്ണുട്ടൻ എന്താ പറയാമെന്ന്? ഇയാൾ എന്താ പറയാമെന്നു പറയാം. വിഷ്ണുട്ടൻ എന്താ പറയാമെന്നു പറ. ഈ അച്ഛനിതെന്താ? എന്റെ വാവ കുടിച്ചോ? ഇനി ഞാൻ പറയാൻ വന്നത് തന്നെയാണോ അയാളും പറയാൻ വന്നത്? അത് തന്നെയാവും. അല്ല ഞാൻ പറയാമെന്ന്. അതെ, എന്തായാലും ഞാൻ പറയാം. ഈ വീട്ടിൽ നമുക്ക് 2 പേരും കൂടി കഴിക്കാം. എന്താ? ഇത് തന്നെയല്ലേ ഞാനും പറയാമെന്ന്. പിന്നെന്താ കുഴപ്പം?
സർ ഉം. സർ ഭക്ഷണം എടുത്തു വെച്ചെന്ന് പറയാൻ പറഞ്ഞു. എടുത്തു വെച്ചെങ്കിലേ വച്ചവര് കഴിച്ചോളും, എനിക്ക് വേണ്ട. സർ പൊയ്ക്കോണം മുമ്പിന്ന്. എന്താ കേട്ടോ മാമന്റി, ആന്റിയുടെ ഈ സ്പെഷ്യൽ പഴംപുളിശ്ശേരിയുടെ കാര്യം അമ്മ എപ്പോഴും പറയും. നേന്ത്രപ്പഴവും തൈരും താളിച്ച കടുകും വറ്റൽമുളകും എല്ലാം ഇട്ടുള്ളൊരു മിക്സിനെ പറ്റി അമ്മയുടെ വർണ്ണന കേൾക്കുമ്പോ തന്നെ നാവിലൂടെ കപ്പൽ ഓടി തുടങ്ങും. അങ്ങ് ബാംഗ്ലൂരും മുംബൈയിലും ഒക്കെ ഇരുന്ന് ഈ വർണ്ണന കേൾക്കുമ്പോ ഒടുങ്ങി വരാനാ തോന്നുന്നത്. കൂട്ടും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അമ്മ ഉണ്ടാക്കുമ്പോ ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ആന്റിയുടെ കൈകൊണ്ട് ഇത് ഉണ്ടാക്കുമ്പോ ഞാൻ മുഖസ്തുതി പറയല്ല കേട്ടോ, ഒരു രക്ഷയില്ല. കുറച്ചുകൂടെ കഴിക്കേ. അയ്യോ വേണ്ട ആന്റി, ഇപ്പൊ തന്നെ വയറ് പൊട്ടാറായി. മോളല്ലേ പറഞ്ഞത് ആന്റിയുടെ പഴംപുളിശ്ശേരി ഇഷ്ടമാണെന്ന്? കുറച്ചുകൂടെ കഴിക്കേ. സത്യം പറഞ്ഞ വയറ് പൊട്ടാറായി, വിശപ്പുമില്ല. എന്നാലും ആന്റിയുടെ പഴംപുളിശ്ശേരിയുടെ രുചി ഓർത്ത് വെറുതെ അങ്ങ് കഴിച്ചു പോവാ. ആന്റി ഇങ്ങനെ നിർബന്ധിച്ചാലേ ഇവിടെ വെച്ച ചോറ് മുഴുവൻ ഞാൻ തീർക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോൾ ആവശ്യത്തിന് കഴിച്ചോ, മോക്കുള്ളതല്ലേ എല്ലാം. അല്ല ആന്റി കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം, രാഘവേട്ടൻ കൂടി ഒന്ന് വന്നോട്ടെ. രാഘവൻ സാറിന് വേണ്ടാന്ന് പറഞ്ഞു. കാരണം? അതൊന്നും പറഞ്ഞില്ല. അർജുനോ? അർജുൻ സാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രാത്രി ഒന്നും വേണ്ടാന്ന്. സത്യമ്മയ്ക്ക് എടുക്കട്ടെ? വേണ്ട, വെച്ചോ. സുസ്മിത കഴിച്ചു കഴിഞ്ഞ് അവളുടെ പ്ലേറ്റ് കൂടി കഴുകി വെച്ചിട്ട് നീയും കഴിച്ചിട്ട് കിടന്നോ. പ്ലേറ്റ് കഴുകി വെച്ചേക്കാം, എനിക്കിന്നൊന്നും വേണമെന്നില്ല. ധിക്കാരം കണ്ടില്ല ആന്റി? ബാല്യക്കാരി കൂടി ചേർന്ന് ഗ്രൂപ്പുകളെയാ ഇവിടെ. ആന്റി മെനക്കെടുന്നൊക്കെ വെറുതെയാ. എടി, എന്റെ പ്രീതി പ്രസവിച്ച ശ്രീപാർവതിയാ ഈ കുടുംബത്തിലെ ഇളമുറക്കാരി. പാലുകുടി മാറാത്ത അവളെ ഒക്കത്തെടുത്തോണ്ട് ശാലിനി ഈ പടി ഇറങ്ങിയപ്പോ അതിന്റെ തൊണ്ടയിലേക്ക് തുള്ളി വെള്ളം ഇറ്റുന്നുണ്ടോന്ന് നോക്കാൻ സത്യഭാമ ഈ പടി ഇറങ്ങിയിട്ടില്ല. ആ സത്യഭാമയാ ഭർത്താവും മരുമകനും നീയൊക്കെ കൂടി നിരാഹാരം കിടന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. സത്യഭാമയ്ക്കിതേ നിസ്സാരം അടി, വെറും നിസ്സാരം. കടന്നുകൂടി എന്റെ മുന്നിൽ നിന്ന്. ആന്റി, ആരില്ലെങ്കിലും വേണ്ട, ആന്റിക്ക് ഞാനില്ലേ. എനിക്ക് വിഷമമൊന്നുമില്ല സുസ്മിത. ആകെ ഒരു വിഷമമുള്ളത് എന്റെ പ്രീതിയെ ഓർത്തു മാത്രം. ഇഷ്ടപ്രകാരം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ കിടക്കുന്ന സാധുവിനെ ഓർത്ത്. സാധു
സുസ്മിത വിചാരിക്കുന്ന പോലെ ഇനി ഇവിടെ കാര്യങ്ങൾ നടക്കും. പ്രീതി, നീ അറിഞ്ഞോ? നമ്മുടെ വിഷ്ണു ശാലിനിയും ഈ വീട് വിട്ട് പോയി. പ്രീതി മനസ്സോടെ പോയതല്ല. ഇവിടെ നിന്ന് അവരെ അടിച്ചിറക്കിയെന്ന് തന്നെ പറയാം. വേറെ ആരുമല്ല, സത്യാമ്മ. സത്യാമ്മ നീ വീണതിന് ശേഷം വീണ്ടും പഴയതുപോലെ ആയി പ്രീതി. അവർക്ക് ഇപ്പൊ ഈ ലോകത്ത് ആരെയും വിശ്വാസമില്ല, സുസ്മിതയല്ലാതെ. സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാത്തതുകൊണ്ടാണ് നിനക്ക് ഈ ദുരന്തം ഉണ്ടായതെന്ന് എല്ലാവരും കരുതുന്നത്. ആ യന്ത്രം മാറ്റിവെച്ചത് സുസ്മിതയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സത്യാമ്മ മാത്രം അത് വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, സുസ്മിത മറച്ചു വെച്ച മറ്റെന്തെല്ലാമോ സത്യങ്ങളുണ്ട്. നീ ഉണരുന്നതിനെ, നീ സംസാരിക്കുന്നതിനെ അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതെന്തിനാണെന്ന് മാത്രം ഞങ്ങൾക്കറിയില്ല. നിനക്ക് മാത്രമേ അതിന് ഉത്തരം നൽകാൻ കഴിയൂ. നിന്നെ അവൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ട്. നിന്നെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറും അത് തന്നെയാ പറഞ്ഞത്. ഏത് നേരത്ത് വേണമെങ്കിലും സുസ്മിത നിന്നെ അപകടപ്പെടുത്തിയേക്കാമെന്ന്. അത് സാരമില്ല പ്രീതി, നിനക്ക് കാവലായിട്ട് ഞാനുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ. പക്ഷേ വിഷ്ണു ശാലിനിയും പോയപ്പോ നമ്മുടെ മോളെ കൂടെ കൊണ്ടുപോയി പ്രീതി. ശാലിനി നിന്നോട് അനുവാദം ചോദിച്ചിട്ടുണ്ടാവും. നിനക്ക് പകരം പാറുവിന്റെ അമ്മയാവാൻ ശാലിനിക്ക് മാത്രമേ സാധിക്കൂ. പക്ഷെ അവളില്ലാത്ത ഈ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വന്ന് കയറിയപ്പോ എന്റെ ചങ്ക് പൊടിഞ്ഞുപോയി.
ആന്റി വെറുതെ ഓരോന്ന് ആലോചിച്ച് സമാധാനായിട്ടിരിക്കുക. ആന്റി ഇങ്ങോട്ടിരുന്നേ. എത്ര കുതിച്ചതാ പ്രീതി നമ്മളൊരു കുഞ്ഞിന്. എത്ര വർഷങ്ങൾ, എത്ര ദിവസങ്ങൾ, എത്ര പ്രതീക്ഷകൾ, എത്ര നിരാശകൾ. എല്ലാത്തിനൊടുവിൽ അവളെ നമുക്ക് കിട്ടിയപ്പോ സ്വർഗത്തിലായിരുന്നില്ല നമ്മൾ. എന്നിട്ടിപ്പോ ചരട് വിട്ട പട്ടം പോലെ പാറു നമ്മുടെ കൈവിട്ടുപോയി. തണുപ്പ് ചൂടും അറിയാത്ത ഈ മുറിക്കുള്ളിൽ ചിന്തകൾ മാത്രം കൂട്ടിനുള്ളപ്പോ അവളുടെ ആ ശബ്ദമൊന്നും കേൾക്കാതെ, ഇളകിയുള്ള ആ ചിരി ഒന്ന് കേൾക്കാതെ എങ്ങനെയാ മോളെ നീ കിടക്കുക? ഈ കിടപ്പിനേക്കാൾ വലിയ ശിക്ഷ അതാവില്ല. അവള് നമ്മുടെ പാർക്കുട്ടി ഇപ്പോ എന്ത് ചെയ്യാന്നറിയില്ല. ഉറങ്ങുവാണോ ഉണർന്നിരിക്കുകയാണോ? അവൾക്ക് വിശക്കുന്നുണ്ടാവോ? കുറഞ്ഞ സമയത്ത് അടുപ്പേ ഉള്ളുവെങ്കിലും അവളും കൊതിക്കുന്നുണ്ടാവില്ലേ നിന്റെ ചൂടും സാമീപ്യവും ഒക്കെ? നീ അവളുടെ അമ്മയല്ല. പ്രീതിക്കാരെയുന്നു നോക്ക്, അവളുടെ കണ്ണീന്ന് കണ്ണീരൊലിക്കുന്നത്. പിള്ളച്ചേട്ടാ, കോമയിൽ കിടക്കുന്ന പേഷ്യൻസ് കരയാറില്ല. ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ അതൊരു നല്ല ലക്ഷണമാ. ഓ, എന്റെ പ്രീതി എണീറ്റ് വരുന്ന ആണോ മോനെ? അതേ പിള്ളച്ചേട്ടാ. ഞാൻ വേഗം പോയി രാഘവൻ സാറിനോടും സത്യാമ്മയോടും ഈ വിവരം പറയട്ടെ മോനെ. ഞാനും കൂടി ചെല്ലട്ടെ. പ്രീതി, പ്രീതി, സത്യാമ്മേ, മോളെ എഴുന്നേക്ക്. ഞാൻ പറയുന്നേക്ക് നീ കേൾക്കുന്നുണ്ടോ? പ്രീതി, പ്രീതി.